കളമശ്ശേരി പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ SFI നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ, കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിൻ്റെ കണ്ണിയായി SFI മാറിയിരിക്കുകയാണ്. ഞങ്ങൾ 2022 തന്നെ നിയമസഭയിൽ വിഷയം കൊണ്ടുവന്നപ്പോൾ ഒരു വാക്കുപയോഗിച്ചു, പൊളിറ്റിക്കൽ പേട്രണേജ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് ഉണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട്. ലഹരി മരുന്നും മാഫിയ കേരളത്തിൽ അവരുടെ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചങ്ങലകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലഹരി വിപണനത്തിൻ്റെ സംവിധാനങ്ങൾ. ഈ വർഷം 500 പേരാണെങ്കിൽ അടുത്ത വർഷത്തെ 5000 പേരാണ്. ആ കണ്ണികളെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഈ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് CPM നേതൃത്വവും ഗവൺമെൻറ്റും കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും. ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥൻ്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കറിയില്ലാത്തത്? അതിൽ SFI നേതാക്കളുണ്ട്. കോട്ടയത്ത് നിങ്ങൾക്കറിയാം, അവിടെ നടന്ന സംഭവത്തിൽ SFI നേതാക്കളാണ് അതിൻ്റെ അകത്ത് പ്രതികളായി മാറിയത്. ഇപ്പോൾ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ പഠിക്കാത്ത ആളുകൾ വന്ന് ബഹളമുണ്ടാക്കി. SFI നേതാക്കൾ പരിശോധനയ്ക്കെതിരായി. നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കേരളത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും കൂടി കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് ഫോക്കസിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഗവൺമെൻറ് കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പരിശോധനാ നടപടികൾ ശക്തമാക്കിയിട്ടുള്ളത്. ആ പരിശോധനാ നടപടികളുമായി കേരളത്തിലെ മുഴുവൻ ആളുകൾ സഹകരിക്കും. ഞങ്ങളെല്ലാം പൂർണ്ണമായി സഹകരിക്കും. ആ പരിശോധനയ്ക്കെതിരായി അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത് ആ ഹോസ്റ്റലിൽ ഇല്ലാത്ത ആളുകളാണ്. ഹോസ്റ്റലിലൊക്കെ ഇല്ലാത്ത ആളുകൾ അവിടെ പഠിച്ചു പോയവരും അവിടെ ക്യാമ്പ് ചെയ്യാണ്. മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യാണ്. ഇതാണ് ക്യാമ്പസിൽ നടക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം ഇക്കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ആരോപണവും ഞങ്ങൾ ഉയർത്തിയ ഉത്കണ്ഠയും ശരിവെക്കുന്ന കാര്യമാണ് ഇന്ന് കളമശ്ശേരിയിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളിപ്പോൾ അവിടെ പോയി നോക്കിയോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത് ആരാ? ഞങ്ങളുടെ ആളുകൾ വന്നത് ഈ പ്രതികളെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും അറസ്റ്റ് ചെയ്യണം, ഒരാളെ പോലും വിടരുന്നതാണ്. ഇപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് വെച്ചതിൻ്റെ പേരിൽ ചില ആളുകളെ വിട്ടു. പക്ഷെ വലിയ ക്വാണ്ടിറ്റിയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. 2 കിലോ കഞ്ചാവ് ഒരു പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ വരെ ഇൻവോൾവ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവരിപ്പം മറച്ചു വെച്ചിട്ട് കേസ് ഒന്നും പറഞ്ഞാൽ ആവൂലല്ലോ, നുണ പറഞ്ഞാൽ ആവൂലല്ലോ. അല്ല, അതല്ല, അവരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അറിയണ്ടേ. വിദ്യാർത്ഥി സംഘടന എത്ര സംഭവത്തിലാണ്? ഏതെങ്കിലും സിംഗിൾ ഐസൊലേറ്റഡ് ഇഷ്യൂലാണെങ്കിൽ ഞങ്ങളത് പറയില്ല. ഞാനതുകൊണ്ടാണ് പൂക്കോട് മുതൽ പറയുന്നത്. എല്ലാ ഹോസ്റ്റലുകളിലും ഇതാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതാണ്. അവിടുത്തെ യൂണിയൻ മുറി എന്ന് വെച്ചാൽ ഇടിമുറിയാണ്. ഭിന്നശേഷിക്കാരനായൊരു വിദ്യാർത്ഥിയല്ലേ, അവനോട് കൊടി കെട്ടാൻ വേണ്ടി കൊടിമരത്തിൽ കയറാൻ പറഞ്ഞു. ഭിന്നശേഷിക്കാരൻ, കാലിൽ വയ്യാത്ത ആളോട്. അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ യൂണിയൻ മുറിയിൽ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഭയങ്കരമായ ഡ്രഗ്സ് ആണ് എല്ലാ സ്ഥലത്തും. ഇവരെതിരെ പിന്തുണ കൊടുക്കുകയാണ്. അതായത് കേരളത്തിലേക്ക് ഈ രാസലഹരി ഏറ്റവും കൂടുതൽ വരുന്നത് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്നാണ്. ബാംഗ്ലൂരിന്റെ ഭരണം അല്ലെങ്കിൽ അല്ലല്ല, അങ്ങനെയാണോ? അല്ലല്ല, ബാംഗ്ലൂരിൽ നിന്ന് അല്ലല്ല. കേൾക്ക് അല്ലല്ല, അതൊക്കെ ഗവൺമെന്റാണ് മുൻകൈ എടുക്കേണ്ടത്. ഞങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത്? നിങ്ങൾ SFIയെ കുറിച്ച് പറയുമ്പോൾ ഇത്ര അസ്വസ്ഥനാണ് എന്തിനാ? ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ? ഞങ്ങൾ നിയമസഭയിൽ ഓൺ റെക്കോർഡാണല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഈ അവസാനത്തെ കാരിയേഴ്സിനെ പിടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. കയ്യിൽ അവസാനം ഈ ചെറിയ ക്വാണ്ടിറ്റി കയ്യിൽ വെച്ച ആളുകൾ അപ്പം തന്നെ ജാമ്യത്തിൽ വിടണം. നിങ്ങൾ 2 IG-മാർക്ക് ചുമതല കൊടുക്കണം, സദേൺ റേഞ്ചിലും നോർത്തേൺ റേഞ്ചിലും. ഈ എക്സ്ക്ലൂസീവായിട്ട് ഇതിൻ്റെ ചുമതല കൊടുക്കണം. അവർ കേസ് അന്വേഷിക്കണം. അവർ 25 or 30 കേസെടുത്താൽ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ചു പോകണം. സോഴ്സ് എവിടെ നിന്നാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ കേരളത്തിലേക്ക് സ്പിരിറ്റ് പണ്ട് ഇഷ്ടംപോലെ വരുമായിരുന്നു. എങ്ങനെയാണ് സ്പിരിറ്റ് കേരളം നിർത്തലാക്കിയത്? സ്പിരിറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലാക്കിയപ്പോഴാണ് സ്പിരിറ്റ് ലോബി കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. ഇവിടെ ഈ സോഴ്സ് അന്വേഷിച്ച് ഇതുവരെ പോയിട്ടില്ല. ഒരു അന്വേഷണം നടക്കുന്നില്ല. അതിനൊന്നുള്ള സംവിധാനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനില്ല. അതിൻ്റെ കൂടെ അവയർനെസ്സിനൂടെ അവരെ വിടുകയാണ്. അവയർനെസ് ഒന്നും നടത്തേണ്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും അല്ല. അതൊക്കെ വേറെ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ വകുപ്പിനെ, യുവജനക്ഷേമ വകുപ്പിനെ, കായിക വകുപ്പിനെയൊക്കെ ഏൽപ്പിക്കുക. എൻഫോഴ്സ്മെന്റ് ആണ് പ്രധാനം.
എൻഫോഴ്സ്മെന്റ്. ആ എൻഫോഴ്സ്മെന്റ് നടത്താൻ എക്സൈസിനെയും പോലീസിനെയും സജ്ജമാക്കി അവർക്ക് പിന്തുണ കൊടുത്ത് ഈ സോഴ്സ് എവിടെ നിന്നാണ് ഇത് വരുന്നത്, കേരളത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നിപ്പോൾ പറയപ്പെടുന്നുണ്ട്, പക്ഷേ കൂടുതൽ വരുന്നത് കേരളത്തിന് പുറത്തു നിന്നാണ്. ആ സോഴ്സ് കണ്ടുപിടിച്ച് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെന്റ് നടത്തണം. കേരളത്തിനകത്തേക്ക് ഈ വൻ ക്വാണ്ടിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു സാധനം, ഏത് ഡ്രഗ് ആവശ്യമുണ്ടെങ്കിലും കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും ഏത് പട്ടണത്തിലും 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ കിട്ടും. സാധനം അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്ര വലുതാണ്. ഗവൺമെന്റിനും എൻഫോഴ്സ്മെന്റിനും പബ്ലിക് സപ്പോർട്ടോടുകൂടി നടത്തുന്ന ഒരു മൂവ്മെന്റിനും മാത്രമേ അത് കഴിയുകയുള്ളൂ. അല്പനേരം മുമ്പ് SFI ഏരിയ സെക്രട്ടറി പബ്ലിക്കായി ഒന്ന് പറയുകയാണ് മാധ്യമങ്ങളോട്, ഇതിൽ SFIക്ക് പങ്കില്ല, പകരം KSU ആണ്, അവരാണ്. ഞാൻ അതൊക്കെ വല്ല KSUക്കാരും മറുപടി പറയുള്ളൂ. ഞാൻ അതിന് മറുപടി പറയേണ്ട ആളല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്ത്, എന്നാൽ പിന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെല്ലാം നോണയാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെല്ലാം നോണയാണോ? അറിയപ്പെടുന്ന ഭാരവാഹികളല്ലേ, എല്ലാവർക്കും അറിയാലോ. 2 കിലോ കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞ ആ റൂമിലെ അവിടെ ആദിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാള് KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി. നിങ്ങൾ വെറുതെ അതൊന്നും പറയട്ടെ. അറസ്റ്റിലായ ആളുകൾ SFIക്കാരാണല്ലോ. SFIയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായിട്ടല്ലേ. നിങ്ങൾ ഈ സാധനത്തെ ചെറുതാക്കാൻ നോക്കണ്ട. ഈ സംഭവം ഒരു പ്രധാന പ്രതിയില്ല. നിങ്ങൾ ഈ സംഭവത്തെ ചെറുതാക്കാൻ നോക്കി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട. നിങ്ങൾ കൈരളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് SFI നേതാക്കന്മാരെ രക്ഷിക്കാൻ നോക്കണ്ട. SFI നേതാക്കന്മാർ കേരളത്തിലെ ഏത് ക്യാമ്പസിൽ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഇൻവോൾവ് ആണ്. അവര് ഉണ്ടെന്ന് ഇൻവോൾവ് ആണ്. അവർ ഇൻവോൾവ് ആണ്. പ്രബലരായിട്ടുള്ള ആളുകളുടെ അല്ല, ഇവരുടെ കയ്യിലാണ് നെറ്റ്വർക്ക്. ഇവരാ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ അന്വേഷിച്ചോ. എത്ര സ്ഥലത്തായി? ഒരു സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല, 2 സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല. ഇത് 1 ഡസനിലധികം സ്ഥലങ്ങളിലായി ഈ വിഷയം ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ അത് ഒളിച്ചു വയ്ക്കുക. പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് ക്ഷമിക്കണമെന്ന് അവർ പറയും. അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ആളെ കൊന്നിട്ടേ 52 വെട്ടുവെട്ടി ആളെ കൊന്നിട്ട് ഇത് ഞങ്ങളല്ല ചെയ്തതെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്നോട് പ്രതികരണം ചോദിക്കുക. അതല്ല ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിന്റെ സോഴ്സ് പിടിച്ച് കേരളത്തിലേക്ക് ഇത് വരില്ല എന്ന് ഉറപ്പുവരുത്തണം. അയൽ സംസ്ഥാനങ്ങളുമായിട്ടോ കേന്ദ്ര ഗവൺമെന്റുമായിട്ടോ എല്ലാവരുമായിട്ടും ബന്ധപ്പെടുത്തി പറയാം. അവിടെയൊക്കെ കോൺഗ്രസ് അല്ല, ഞങ്ങളല്ല കോർഡിനേഷൻ സ്റ്റേറ്റ്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റേറ്റ് സദേൺ സ്റ്റേറ്റുകളുടെ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ഈ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഇതെല്ലാം സാധനം വരുന്നുണ്ട്. മനസ്സിലായില്ല. മുന്ദ്ര പോർട്ടിൽ നിന്നാണ് ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഇന്ത്യയിൽ പിടിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ സദേൺ സ്റ്റേറ്റുകളുടെ ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഒന്നും ചെയ്തില്ലല്ലോ ഇത്ര നാൾ. ഇത് ഇന്നലെ മിനിങ്ങാന്ന് തുടങ്ങിയതാണോ? ഞങ്ങൾ 2022 ഞങ്ങൾ ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞതാണ്. 2024 ഞങ്ങൾ ഈ വിഷയം വീണ്ടും കൊണ്ടുവരുമ്പോൾ കേരളം മുഴുവൻ ഇതിൽ അമർന്നു, അപകടത്തിലായി. സങ്കടകരമായ സ്ഥിതിയാണ്. മനസ്സിലായില്ലേ?